വന്നു. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. സൂറത്തുൽ അറാഫാണ്. ഈ ആയത്താണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാൻ. ആരുടെയെങ്കിലും ഹൃദയത്തിൽ തഖ്വയുണ്ടെങ്കിൽ പിശാചവനെ തിന്മയിലേക്ക് നയിക്കുമ്പോ തദക്കറൂ, പെട്ടെന്ന് അവൻ ഓർമ്മ വരും. അറിയാതെ തെറ്റിന്റെ സാഹചര്യം എത്തിയാലും അവന് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ ഫഇദാഹും മുബ്സിറൂൻ, അവന്റെ കണ്ണ് തുറക്കും. ഖുർആനാണിത്. നമ്മൾ ഈ നിസ്കരിക്കുന്നതൊക്കെ ഇതിനു വേണ്ടിയാണ്. അല്ലാഹുവേ, തിന്മ മാടി വിളിക്കുമ്പോ കണ്ണ് തുറപ്പിക്കണേ അല്ലാ, കണ്ണ് തുറപ്പിക്കണേ അല്ലാ. ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും സഹോദരങ്ങളെ. ഹാഫിളായാലും ബാക്കവിയായാലും തിന്മയുടെ വലകൾ പിന്തുടർന്നുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കാതിരുന്നാൽ ഞങ്ങളുടെ ഖബർ പിന്നെ പ്രകാശിക്കില്ല അല്ലാ, ഞങ്ങളുടെ മഹിശറ പിന്നെ ഞങ്ങളെ മാടി വിളിക്കില്ല അല്ലാ. ആ സമയത്ത് ഫൈദാ ഹും മുബ്സിറൂൻ, അവരുടെ കണ്ണ് തുറന്നിട്ട് അവരെ കണ്ണുകൊണ്ട് കാണുകയാ. ആ ചെറുപ്പക്കാരൻ ആമുഖത്തിലേക്ക് കിടക്കവേ അവൻ അല്ലാഹുവിനെ ഓർമ്മ വന്നു. ബോധരഹിതനായിട്ട് ആ ചെറുപ്പക്കാരൻ താഴേക്ക് വീണു. ആ പെണ്ണും കൂട്ടാളിയും കൂടി താങ്ങിയെടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തിലെത്തിച്ചു. വൃദ്ധനായ പിതാവ് മകന്റെ വരവും കാത്തിരിക്കവേ ഒരു പെണ്ണ് താങ്ങിയെടുത്ത് വരികയാണ്. ചോദിച്ചു, എന്ത് പറ്റി? എവിടെയോ താട വീണ് പോയതാണ്. അവരോടി മറയവേ ആ മാതാവ് ഓടി വന്നിട്ട് ചോദിച്ചു, മോനെ എന്ത് പറ്റി? ചോദിക്കല്ല ഉപ്പ, ചോദിക്കല്ല ഉപ്പ, ചോദിക്കരുത് ഉപ്പ. നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞു, ഉപ്പ ഞാൻ ഇങ്ങനെ ഒരു അവസരത്തിലെത്തിപ്പോയി. നിങ്ങൾ നേരെ എന്നെ അമീറുൽ മുഅ്മിനീനോട് പോയിട്ട് ചോദിക്കണം, മാ ജസാഉ ലിമൻ ഖാഫ മഖാമ റബ്ബിഹി, മാ ജസാഉ ലിമൻ ഖാഫ മഖാമ റബ്ബിഹി. അല്ലാഹുവിനെ ഭയന്നിട്ടൊരു തെറ്റിൽ നിന്ന് മാറി തിരിച്ചു വന്നവന്റെ പ്രതിഫലം എന്താണ്? പെണ്ണുങ്ങളെ, തെറ്റിന് അവസരമുണ്ടായിട്ട് അത് കൺമുമ്പിലെത്തിയിട്ട് തിരിച്ചതിൽ നിന്ന് അല്ലാഹുവിനെ പേടിച്ച് നന്മയിലേക്ക് വന്നവന്റെ പ്രതിഫലം എന്താണ്? പിതാവ് നേരെ അമീറുൽ മുഅ്മിനീന്റെ അടുക്കലെത്തി. പിതാവ് ഓടുന്നതിന്റെ ഇടയിൽ ഫജാഅഹുൽ മൗതു, ഈ ചെറുപ്പക്കാരന് മരണം വന്നയാള് മരിച്ചുപോയി. അയാൾ ഇഹലോകവാസം വെടിഞ്ഞു. ഉമർ റളിയല്ലാഹു തആല മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വരുമ്പോ അണിനിരന്ന ആളുകളോട് പറഞ്ഞു, മരിക്കുന്നതിന് ഇയാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മാ ജസാഉ ലിമൻ ഖാഫ മഖാമ റബ്ബിഹി. അല്ലാഹുവിനെ ഭയന്നിട്ട് തെറ്റിൽ നിന്ന് മാറി നിന്നവന്റെ പ്രതിഫലം എന്തെന്ന്? ആ പ്രതിഫലം മറ്റൊന്നുമല്ല. ഇന്ന് ഈ സദസ്സിനോട് ഞാൻ ഈ ആയത്ത് സമർപ്പിക്കട്ടെ. ഉമർ റളിയല്ലാഹു തആല സുമ്മ തലാ ഹാദിഹിൽ ആയ, പിന്നീട് ഈ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു അത്രേ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ഫബിഅയി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. പടച്ച റബ്ബിനെ പേടിച്ചിട്ട് തെറ്റിൽ നിന്ന് മാറി നിന്നവന് ജന്നത്താനീ രണ്ട് സ്വർഗമാണുള്ളത്. സഹോദരങ്ങളെ, നിസ്കരിച്ചവൻ ഒരു സ്വർഗമാണ്, ഹജ്ജ് ചെയ്തവൻ ഒരു സ്വർഗമാണ്. തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായിട്ടും അല്ലാഹുവിനെ പേടിച്ചിട്ട് അതിൽ നിന്ന് മാറി നിന്നവന് രണ്ട് സ്വർഗമാണ്. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. നിസ്കരിച്ചവന് ഒരു സ്വർഗം, ബാങ്ക് വിളിച്ചവന് തെറ്റ് ചെയ്തവന്റെ പ്രതിഫലം ഇനി പറയാ. ആ സാഹചര്യത്തിലെത്തി പിശാചിന്റെ തിന്മയുടെ വലയെ തിരിച്ചറിഞ്ഞു. ഇദാ മസ്സഹും തായിഫും മിനശ് ശൈത്വാനി തദക്കറു, ഓർമ്മ വന്നു. സാലിഹിന്റേതാണിത്, തെമ്മാടിയുടെ കഥയല്ല ഇത്. അവന് ജന്നത്താനി, നിന്നെ കാത്തിരിക്കുന്നത് രണ്ട് സ്വർഗമാ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവന് പല ചെറുപ്പക്കാരും വിദേശത്തുനിന്ന് വിളിച്ചിട്ട് പറയും, ഉസ്താദേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ അബുദാബിയിൽ ഈ സദസ്സിലിരിക്കുന്ന എത്ര ചെറുപ്പക്കാരന്റെ കൂട്ടുകാരാ എന്നോട് പറയാറുണ്ട്, വിളിച്ചിട്ട് ഉസ്താദേ
വീട്ടിലെ സാഹചര്യം, അറബി വീട്ടിലെ സാഹചര്യം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മോനെ പിടിച്ചു നിന്നാൽ ഓ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താ, നിനക്ക് 2 സ്വർഗ്ഗമാണ്. ഫീഹിമാ ഐനാനി തജ്രിയാ ഫബിഐ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആ സ്വർഗ്ഗത്തിൽ 2 പുഴയാണ്, അല്ലാത്തവൻ 1 പുഴ. ഇന്നേ കാലത്ത് ഈ 4-1 വലിപ്പമുള്ള നഖത്തിന്റെ ഇടയിൽ തിന്മ കാത്തിരിക്കുന്ന പിശാചിന്റെ വലയുടെ മുമ്പ് പിടിച്ചു നിന്നവനെ നിന്റെ പുഴത്തും വലത്തും 2 പുഴകളാണ് ഉയരുക. ഈ ചെറുപ്പക്കാരനെ ഖബറിലേക്ക് വെച്ചു. തീർന്നില്ല, പിടിമണ്ണ് മാറിയിട്ട് വിടുമ്പഴക്ക് ഉമർ റളിയല്ലാഹു തആല ആയത്തോടിക്കൊണ്ടിരുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താ. അവസാനത്തെ പിടിമണ്ണ് മാറിയിടുമ്പോ പെട്ടെന്ന് ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു വാക്ക് കേൾക്കുന്നു. എന്തെന്നറിയുമോ? എല്ലാവരും പിരിയുന്ന നേരത്തെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുകയാണ്, ബലാ ബലാ ഖദ് വജത്തുഹുമാ. അതേ, നിങ്ങൾ പറഞ്ഞ 2 സ്വർഗ്ഗവും ഞാൻ എന്റെ ഖബറിൽ ഇപ്പൊ ആസ്വദിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.